സ്മാർട്ട് ക്ലാസ്സിൽ പ്രൊജക്ടറായിരുന്നു നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊന്നിപ്പോൾ IFPD ആയി. IFPD ഇപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളിലേക്കായി, ഹൈബ്രിഡ് ക്ലാസ് റൂമിലേക്കായി. നാളെ ഇനിയിപ്പം ഏതൊക്കെ മൾട്ടി ക്ലാസ് റൂമുകൾ ഒരേ സമയം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇൻസ്റ്റലേഷൻസൊക്കെ ഇപ്പം നമ്മൾ സ്മാർട്ട് ക്ലാസ് റൂമിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഡേ ബൈ ഡേ ഇതിൻ്റെ ഒരു രീതികൾ മാറുന്നുണ്ട്. നേരത്തെ നമ്മൾ കൺട്രോൾഡ് സൗണ്ടിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് നമ്മൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരാനായിട്ട്, കാരണം സ്റ്റുഡൻസിന് കോൺസെൻട്രേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് നമ്മുടെ ഡിസ്പ്ലേ ഒന്നും മാത്രം പോരാ, സൗണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ടിൽ വളരെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. കറക്റ്റായിട്ടുള്ള സൗണ്ട് അവർക്ക് കിട്ടണം, ക്ലാരിറ്റി ഉള്ളതായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അതിപ്പോൾ അതിലേക്കൊക്കെ ആയിട്ടുള്ള ഒരു എൻഹാൻസ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിങ്ങനെ ഡേ ബൈ ഡേ എൻഹാൻസ് ചെയ്യുന്നുണ്ട്, ഓരോരോ പുതിയ ഇതിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഒരു 35-40% ക്ലാസ് റൂമുകൾ ചെയ്യാത്തത് കേരളത്തിലുണ്ട്.